അമേരിക്ക പാകിസ്ഥാന്റെ ആണവ വ്യാപനത്തെ പറ്റി ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നതിന്റെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പാക്കിന്റെ ആണവായുധ സ്വപ്നങ്ങളെ നശിപ്പിക്കാൻ ഇന്ത്യ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? പറയുന്നത് മറ്റാരുമല്ല, മുൻ CIA ഉദ്യോഗസ്ഥനായിട്ടുള്ള റിച്ചാർഡ് ബാർലോയുടേതാണ് ഈ വെളിപ്പെടുത്തൽ. കൃത്യമായി പറഞ്ഞാൽ 1980കളുടെ തുടക്കത്തിൽ ആണവ ബോംബ് നിർമ്മാണത്തിനായിട്ടുള്ള രഹസ്യ പരീക്ഷണങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരുന്ന പാകിസ്ഥാന്റെ കഹുദയിലെ ആണവ കേന്ദ്രം തകർത്തെറിയാനാണ് ഇന്ത്യയും ഇസ്രയേലും സംയുക്തമായി ഒരു രഹസ്യ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് റിച്ചാർഡ് ബെർലോയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതി അങ്ങ് നിരാകരിച്ചു. ഈ തീരുമാനത്തെ നാണക്കേട് എന്ന് വിശേഷിപ്പിച്ച ബെർലോ അന്ന് ആ പദ്ധതിയുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ത്യയുടെ തലവേദനകളുടെ നല്ലൊരു പങ്ക് തന്നെ ഇല്ലാതാകുമായിരുന്നു എന്നും പറഞ്ഞു. മുൻ പാക് പ്രസിഡന്റ് ആയിട്ടുള്ള പർവേസ് മുഷറഫിന്റെയും പാകിസ്ഥാൻ സൈനിക ഉന്നതരുടെയും തല അമേരിക്കയുടെ കക്ഷത്തിന്റെ ഇടയിലായിരുന്നു എന്ന് മുൻ CIA ഉദ്യോഗസ്ഥനായിട്ടുള്ള ജോൺ കിരിയാക്കോ വെളിപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലും വരുന്നത്. 1980കളുടെ തുടക്കത്തിൽ റാവൽപിണ്ടിക്ക് സമീപം പാകിസ്ഥാൻ അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരുന്ന കഹുദ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ ഇന്ത്യയും ഇസ്രയേലും പദ്ധതിയിട്ടത് ഇങ്ങനെയാണ്. അതായത് ഇസ്രയേൽ കൃത്യമായിട്ടുള്ള വ്യോമാക്രമണ വൈദഗ്ധ്യവും ഇന്റലിജൻസും നൽകുമ്പോൾ ഇന്ത്യ ലോജിസ്റ്റിക്കലായിട്ടുള്ള പ്രാദേശിക കവർ നൽകും എന്നുള്ളതാണ് അവരുടെ ഒരു പ്ലാൻ. പക്ഷെ ലക്ഷ്യം വ്യക്തമായിരുന്നു, പാകിസ്ഥാനെ ആണവശക്തിയാകുന്നതിൽ നിന്നും എന്നേക്കുമായി തടയുക എന്നുള്ളത്. എന്നാൽ CIA ഇത് മനസ്സിലാക്കി. സോവിയറ്റ് യൂണിയനെതിരെ ഇസ്ലാമാബാദിനെ കരുക്കളായി നിലനിർത്താൻ ആഗ്രഹിച്ച വാഷിംഗ്ടൺ ഒരു പക്ഷേ ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ വമ്പിച്ച പ്രതികാര നടപടികളും നയതന്ത്ര ഒറ്റപ്പെടലുകളും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരിക്കാം. ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ട് ഇന്ദിരാഗാന്ധിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് റീഗൻ ഇസ്രയേലിനെ നോക്കി ഒരു പക്ഷേ കണ്ണുരുട്ടി കാണിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം ഇത്തരമൊരു ആക്രമണം ഉണ്ടായാൽ അത് അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയനെതിരെ ഉള്ള അമേരിക്കയുടെ രഹസ്യ യുദ്ധശ്രമങ്ങളെ അല്ലെങ്കിൽ യുദ്ധ നീക്കങ്ങളെ തടസ്സപ്പെടുത്തുമായിരുന്നു. എന്തായാലും ഈ രണ്ട് മുൻ CIA ഉദ്യോഗസ്ഥരുടെയും വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തെ US എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഭീകരമായിട്ടുള്ള ഒരു നേർചിത്രമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.